വന്യരായ നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞതുപോലെ വന്യരായ മൗലയുടെയോ സാഹിബുൽ മൗല തങ്ങളുടെയോ ഹൃദയിലല്ലാത്ത ഒരു വാക്കും വരരുതേ എന്ന പ്രാർത്ഥനയിലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. കാരണം മഹാനായ നൂറുൽ മശായിഖ് കണ്യാല മൗല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ കരിങ്കല്ലത്താണി കൊടക്കാട് ഭാഗത്തുള്ള അബ്ദുള്ള എന്നൊരു മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു മുരീദ്. അദ്ദേഹം വന്യരായ കണ്യാല മൗല തങ്ങളുടെ അരികെ വന്നുകൊണ്ട് പറയാറുണ്ടത്രേ, ഇത്രയും കാലം അങ്ങയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, ഇനി പറയാനുള്ളതും എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. കാരണം ഇതുവരെ പറഞ്ഞതൊന്നും ശരിയായില്ല, ഇനി പറയുന്നതിൻ്റെയും അപ്പുറത്താണ് എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകനായ വന്യരായ ഉസ്താദ് പറഞ്ഞതുപോലെ ഒന്നും തിരിയില്ല എന്ന ഘട്ടത്തിലേക്ക് മശായിഖിനെ കുറിച്ച് മനസ്സിലാകില്ല എന്ന തരത്തിലേക്ക് നീങ്ങിപ്പോവുകയാണ്. ഈ കൊടക്കാട് അബ്ദുള്ള എന്ന മഹാന് വന്യരായ ശൈഖുനായുടെ അരികെ വഫാത്തിന്റെ സമയത്ത്, വഫാത്തിന്റെ തൊട്ടു മുമ്പേ വന്ന് കാണുന്ന ഒരു അവസരം അവിടുത്തെ മുഹിബ്ബീങ്ങൾ പറയുകയുണ്ടായി. വന്യരായ ശൈഖുനയുടെ അരികെ വന്ന് അവിടെ ഇരുന്ന് പരസ്പരം ആലിംഗനം ചെയ്തപ്പോൾ അന്ന് വന്യരായ മുത്തു മൗല മുത്തു വാപ്പ പറഞ്ഞൊരു വാക്ക്, ഈ രോമത്തിൽ മൗലയല്ലാതെ ഒന്നുമില്ല, ഈ രോമക്കുത്തുകളിലൊന്നും. അങ്ങനത്തെ മഹാൻ വന്യരായ നമ്മുടെ മുത്തു ബാപ്പയെ കുറിച്ച് പറഞ്ഞത് 22-ാം വയസ്സിൽ മൗലാന്റെ കുത്തുബാണ്, കണ്യാല മൗല തങ്ങളുടെ കുത്തുബാണ് ബഹുമാനപ്പെട്ട ശൈഖുന എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഏത് അളവിൽ പറഞ്ഞാലും എത്ര പറഞ്ഞാലും അത് പറഞ്ഞു തീർക്കുക എന്നുള്ളത് അശക്തമാണ്.